ട്രാൻസ്പോർട്ടേഷനിലെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നമുക്കറിയാവുന്നതാണ് റെയിൽവേ. എസ്കാൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ കരിവണ്ടി എന്ന നിലയിൽ നിന്ന് റെയിൽവേ ഒരുപാട് ഉന്നമനത്തിലേക്ക് വന്നു. ഇന്ന് അത് വളരെ മാറ്റങ്ങൾക്കുള്ളിലാണ്. പക്ഷെ ഇപ്പൊ ഒരു കുംഭമേള നടക്കുകയാണ്. AI-ക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. മഹാകുംഭമേളയ്ക്ക് ഇത്രയ്ക്ക് ജനങ്ങൾ വരുന്നു, അത് ഇന്ന എക്കണോമിക്കൽ ഗ്രൂപ്പിലാണ് വരുന്നത്, ഇത്ര ജനറൽ കമ്പാർട്ട്മെന്റ് കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്ലീപ്പറിന് ഇത്ര ഫെസിലിറ്റീസ് കൊടുക്കാം. ഈ കാര്യങ്ങൾ ഒരു റെയിൽവേയുടെ കേന്ദ്രീകൃത തലത്തിൽ ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാളും ആ ഇൻപുട്ടുകൾ നാട്ടിലെ വലിയ അത്യാപത്തുകളെ ഒരുപക്ഷെ ഇപ്പൊ TVKയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു, അവിടെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് എത്ര ഗേറ്റുകളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങൾക്ക് എത്ര പോലീസിനെ ഡിപ്ലോയ് ചെയ്യണം എന്ന കാര്യങ്ങളിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ഗാദറിങ്സ് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് അതിന് വലിയൊരു അളവിൽ സഹായിക്കാൻ AI ടൂൾസ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ AI പ്രോസസ് ചെയ്യാൻ വേണ്ടി കുറേ കമ്പ്യൂട്ടർ പവേഴ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ AI വന്നപ്പോൾ ഡാറ്റ ഹാസ് ഇൻക്രീസ് ലൈക്ക് എനിത്തിങ്. കുറേ ഡാറ്റ ഉണ്ട്, പ്രൈവസി. അപ്പോൾ പ്രൈവസി ഓഫ് ഡാറ്റ ഒരു കൺസേൺ ആയി. ഇപ്പം DPDP ഒക്കെ ഉണ്ട്, GDPR ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ DPDP ആണ്. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, കളക്ട് ചെയ്യുന്ന ഡാറ്റ എവിടെയാ പോകുന്നുണ്ട് എന്താ പറഞ്ഞിട്ട് ഇത് ഒരു പെരിയ പ്രശ്നമാണ്. സോ ഇറ്റ് ബ്രിങ്സ് എനി ഇന്നോവേഷൻ, ഏത് ഇന്നോവേഷൻ ആണെങ്കിലും നമ്മുടെ ഈ മൊബൈൽ കമ്പനികൾക്കും പല ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾക്കും ഒക്കെ നമ്മുടെ ഡേറ്റ മുഴുവനുണ്ട്. നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കൊണ്ട് പോകുന്നു, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യും, പിന്നെ നമ്മുടെ ഫോൺ നമ്മളെ കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് രഹസ്യം. എന്റെ പേടി ഈ AI ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പുറത്ത് പറഞ്ഞുകൂടാത്ത ഈ കാര്യങ്ങളൊക്കെ ഇവരിത് പുറത്തിടുവോ എന്നുള്ളതാ. അതെ, അതിനുവേണ്ടിയാ ഈ കൺസേൺ മാനേജർ അവര് പുറത്തിടുകയല്ല ചെയ്യുക. എന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെരുമാറുന്ന ഒരു സുമതിയോ ഭാർഗവിയോ അപ്പുകുട്ടനോ ബാബുവോ പുറത്തു വന്നാൽ ഒരുപക്ഷെ നമ്മളൊക്കെ അതിൽ വശംവദരായി പെടുന്നത് ഒരുപാട് ക്രിമിനൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. അത് സൈബർ പണത്തട്ടിപ്പുകളെക്കാളും വലുതാണ്. ഡാറ്റ പ്രൈവസി, അതിനുവേണ്ടിയാണ് ഡാറ്റ പ്രൈവസി വന്നപ്പോ ഇപ്പൊ കൺസെന്റ് എടുക്കണം. നമ്മൾ ഏത് ഡാറ്റ കൊടുക്കണമെങ്കിൽ, ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ കൺസെന്റ് വേണം. പ്രിൻസിപ്പൾ ഞാൻ എങ്ങോട്ട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഡേറ്റ പലരുടെയും കയ്യിലായി പോയി. അതെ, വിദേശം സ്വദേശമുള്ള പല ആൾക്കാരുടെയും പല കമ്പനികളുടെ കയ്യിലായി. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് പലരും പണം ഉണ്ടാക്കുന്നതും ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ AI-ക്ക് ഒരിക്കൽ കഴിയും. കാര്യം ഈ ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം പലപ്പോഴും രഹസ്യമായി നടക്കുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജിയില് ഇപ്പൊ ഒരു സപ്പോസ് ഒരു സിസ്റ്റം ഉണ്ട്. പണ്ടൊക്കെ ഇപ്പൊ സിസ്റ്റം അറ്റാക്ക് ചെയ്യണമെങ്കിൽ, വൾനറബിലിറ്റി ചെയ്യണമെങ്കിൽ 280 days ആകും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ AI വന്നതുകൊണ്ട് അറ്റാക്കേഴ്സ് കൺ ഡു ഇറ്റ് ഇൻ വെരി ഫ്യൂ സെക്കൻഡ്സ്. അപ്പൊ അതിനു വേണ്ടി ഡിഫെൻഡിങ്ങിന് വരെ ടൂൾസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ആർ ഡൂയിങ് ഇറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.